നമസ്കാരം, ഫയർ സ്റ്റേഷൻ ആക്ടിങ്. വർഷം ആറ്റിങ്ങൽ ഫയർ ആൻഡ് റെസ്ക്യൂ സേന ഏറ്റവും വലിയൊരു തീപിടുത്തത്തെ അറ്റൻഡ് ചെയ്യുകയുണ്ടായി. നഗരൂര് ഉള്ള ഒരു ഷോപ്പിംഗ് മാൾ കത്തുകയും വലിയ തരത്തിലുള്ള നാശനഷ്ടമാണ് ആ മാളിന് ഉണ്ടായിട്ടുള്ളത്. അറിയിപ്പ് ലഭിച്ച ഉടനെ തന്നെ നമ്മൾ ഇവിടുന്ന് 2 ഫയർ എഞ്ചിനുകൾ അവിടെ ചെല്ലുകയും നമ്മുടെ ഫയർ എഞ്ചിനുകൾ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ തീ ക്രമാതീതമായി വർദ്ധിച്ചിരുന്നു. 2 ഫയർ എഞ്ചിനുകൾ കൊണ്ട് നമ്മൾ നമ്മുടെ രക്ഷാപ്രവർത്തനം, അഗ്നിശമന പ്രവർത്തനം ആരംഭിക്കുകയും തുടർന്ന് വർക്കല, കല്ലമ്പലം, വെഞ്ഞാറമൂട്, കടയ്ക്കൽ നിലയങ്ങളിൽ നിന്ന് കൂടുതൽ വാഹനങ്ങൾ വിളിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു അഗ്നിശമന പ്രവർത്തനമാണ് നടത്തിയത്. ആറ്റിങ്ങൽ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന്റെ കഴിഞ്ഞ പ്രവർത്തന വർഷത്തിൽ 473 സംഭവങ്ങളാണ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. തീ അപകടങ്ങളും മറ്റ് റോഡ് അപകടങ്ങൾ, മരങ്ങൾ കുറുകെ വീണുള്ള അപകടങ്ങൾ, കിണർ അപകടങ്ങൾ, വെള്ളത്തിൽ വീണുള്ള അപകടങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തമായ അപകടങ്ങളാണ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് രക്ഷാപ്രവർത്തന മേഖലയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് മുൻകാലങ്ങളിൽ തീപിടുത്തത്തിനായിരുന്നു അഗ്നിശമന സേന പ്രാധാന്യം നൽകിയിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ തീപിടുത്തങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നതെങ്കിൽ, ഇന്നിപ്പോ അത് കേരളത്തിലുടനീളം രക്ഷാപ്രവർത്തനത്തിന് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തന കോളുകൾ വളരെയധികം കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. നമ്മൾ ഈ 473 സംഭവങ്ങളിൽ 117 തീപിടുത്തങ്ങൾ മാത്രമേ നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി 339 സംഭവങ്ങൾ എന്ന് പറയുന്നത് റോഡ് അപകടങ്ങൾ, മരം വീണ അപകടങ്ങൾ ഒക്കെയാണ്. അപ്പൊ ഇതിന് പ്രത്യേകം ഓരോ പരിശീലനം, റോഡ് അപകടങ്ങളിൽ പ്രത്യേക തരത്തിലുള്ള പരിശീലനം നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരാള് അപകടപ്പെട്ട് കിടക്കുക ആണെങ്കിൽ റോഡിലേക്ക് അപകടപ്പെട്ട് കിടക്കുന്നതിൽ പെട്ടെന്ന് തന്നെ നമ്മൾ അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രധാനമായിട്ടും നമ്മൾ ഫസ്റ്റ് എയ്ഡ് നൽകിക്കൊണ്ടാണ് നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഈ അപകടപ്പെട്ട് കിടക്കുന്ന ആൾ കഴുത്തല് പൊട്ടിയിരിക്കുന്നു എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പൊ നമുക്കൊരു ഇംപ്രവൈസ്ഡ് കോളർ കെട്ടിക്കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ആദ്യമായിട്ടൊരു ബാൻഡേജ്, നേരെ ബാൻഡേജ് എടുത്തതിന് ശേഷം ഒരു ഇംപ്രവൈസ്ഡ് കോളറിന് വേണ്ടി നമ്മൾ ഒരു താൽക്കാലിക കോളറാണ് ഇത് ഇവിടെ വച്ച് കെട്ടാനായിട്ട് പോകുന്നത്. താൽക്കാലിക കോളർ വച്ച് കെട്ടി അദ്ദേഹത്തിന് കഴുത്തല്ലിന് കുറച്ച് ബലം നൽകിക്കൊണ്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമാണ്. കാര്യം അദ്ദേഹത്തിന് കഴുത്തല്ലിൽ കൂടിയാണ് സുഷുമ്നാ നാഡി കടന്നു പോകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് സുഷുമ്നാ നാഡി പൊട്ടാതെ നമുക്ക് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി ലോക മെത്തേഡിലാണ് നമ്മൾ അദ്ദേഹത്തെ സ്ട്രെച്ചറിലേക്ക് കയറ്റാനായിട്ട് പോകുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി സ്ട്രെച്ചറിലേക്ക് കയറ്റുന്ന. അപ്പൊ ഇത്തരത്തിലേക്ക് നമ്മുടെ രക്ഷാപ്രവർത്തന മേഖല ഒരു പാരാമെഡിക്കൽ സംവിധാനത്തിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം അപകടപ്പെട്ട് കിടക്കുന്ന ആളിന് തുടർ അപകടം ഒഴിവാക്കുക, അതോടൊപ്പം തന്നെ രക്തസ്രാവം കുറയ്ക്കുക, അതോടൊപ്പം തന്നെ അയാളുടെ ജീവന് പ്രാധാന്യം നൽകുക എന്നീ വിധത്തിലുള്ള കാര്യങ്ങൾക്കാണ് മുൻഗണന കൊടുത്തുകൊണ്ട് ചെയ്തിരിക്കുന്നത്. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഏകദേശം 20% ഫയർഫോഴ്സിൽ 20% പാരാമെഡിക്കൽ സ്റ്റാഫിനെ എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് പാരാമെഡിക്കൽ സ്റ്റാഫ് ഇല്ല എങ്കിൽ തന്നെയും നമ്മുടെ സ്റ്റാഫുകൾ ഈ മേഖലയിൽ ഫസ്റ്റ് എയ്ഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് മെച്ചപ്പെട്ട ഒരു രക്ഷാപ്രവർത്തന രീതിയാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രക്ഷാപ്രവർത്തന മേഖലയാണ് ഫയർ. അപ്പോൾ നമുക്ക് ഈ വർഷം 117 തീപിടുത്തങ്ങളാണ് നമുക്ക് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മുൻകാലങ്ങളെക്കാൾ വ്യത്യസ്തമായ രൂപത്തിൽ നമുക്ക് തീപിടുത്തത്തെ പ്രതിരോധിക്കുന്നതിനും ശാസ്ത്രീയമായ മാർഗത്തിൽ നമുക്ക് തീപിടുത്തത്തെ കുറിച്ച് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയുള്ള ഫയർ സ്യൂട്ടുകൾ നമുക്ക് ലഭ്യമാണ്. അത്തരം ഫയർ സ്യൂട്ടുകൾ ധരിച്ച ആൾക്കാരാണ് നമുക്ക് ഫയർ ഫൈറ്റിംഗ് നടത്തുന്നത്. അത്യാവശ്യം നല്ല ചൂടുള്ള സ്ഥലങ്ങളിൽ പോലും നമുക്ക് ഇത്തരത്തിലുള്ള സൂട്ടുകൾ ധരിച്ചുകൊണ്ട് അഗ്നിശമന പ്രവർത്തനം നടത്താനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ അഗ്നിശമന പ്രവർത്തനം നടത്തുന്നതിന് ആധുനിക സംവിധാനങ്ങളോടുകൂടിയ വാഹനവും ഉപകരണങ്ങളും അതോടൊപ്പം തന്നെ സുരക്ഷാ സംവിധാനങ്ങളും ഒക്കെ നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. ആധുനികമായ ഒരു ഫയർ സർവീസാണ് കേരളത്തിന്റെ ഫയർ സർവീസ് എന്ന് പറയാൻ ഞാൻ പ്രത്യേകം ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ പ്രവർത്തന വർഷം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ആറ്റിങ്ങലിന്റെ കീഴിൽ 15 വാട്ടർ കോളുകളാണ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ രക്ഷാപ്രവർത്തനത്തെ ഫയർ കോൾ, ഇൻസിഡന്റ് കോൾ, വാട്ടർ കോൾ, ആംബുലൻസ് കോൾ എന്നീ വിധം തിരിച്ചിട്ടുണ്ട്. ഇപ്പോ
കേരളത്തിലുടനീളം മെച്ചപ്പെട്ടൊരു ജലാശയ രക്ഷാപ്രവർത്തന രീതിയാണ് ഉള്ളത്. മുൻകാലങ്ങളിൽ നേവി പോലുള്ള സേനാ വിഭാഗങ്ങൾ ചെയ്തിരുന്ന സ്കൂബ ഡൈവിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അതിസമൃദ്ധമായി ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഇവിടെ പിന്നെ റബ്ബർ ഡിങ്കിയുണ്ട്, സ്കൂബ ടീം തന്നെയുണ്ട്. ഇത്തരത്തിലുള്ള വളരെ മെച്ചപ്പെട്ടൊരു ജലാശയ രക്ഷാപ്രവർത്തന രീതിയാണ് ആറ്റിങ്ങൽ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന്റെ കീഴിൽ പ്രവർത്തിച്ച് വരുന്നത്. പ്രത്യേകിച്ചും പെരുമാതുറ പോലുള്ള ചെറിയ മീൻപിടുത്ത തുറമുഖങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ പലതരത്തിലുള്ള അപകടങ്ങൾ കൂടെ അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോഴൊക്കെ നമ്മളെ വിളിക്കാറുണ്ട്. ആ സമയങ്ങളിലൊക്കെ നമ്മുടെ സേവനം ലഭ്യമാക്കാറും ഉണ്ട്. വിപുലമായ കായൽ ആണ് ഉള്ളത്. അഞ്ചുതെങ്ങ് കായലും കടയ്ക്കാനൂർ ഭാഗത്തൊക്കെയുള്ള കായലുകളും ഒക്കെ പലതരത്തിലുള്ള ജലാശയ രക്ഷാപ്രവർത്തനത്തിന് മെച്ചപ്പെട്ട സംവിധാനം ഒരുക്കേണ്ടതിന്റെ ആവശ്യകത മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ ഇത്തരത്തിലുള്ളൊരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. 2025 വർഷം 115 മനുഷ്യ ജീവനുകളെയാണ് സേന രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. കിണറുകളിൽ നിന്നായാലും കുളങ്ങളിൽ നിന്നായാലും മരങ്ങളിൽ നിന്നായാലും അതോടൊപ്പം തന്നെ മറ്റ് ജലാശയങ്ങളിൽ നിന്നായാലും ഇത്തരത്തിൽ ജീവൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. മൃഗങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ 43 മൃഗങ്ങളെയാണ് കഴിഞ്ഞ പ്രവർത്തന വർഷം രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. അത് മിക്കവാറും കൂടുതലും പശു, ആട്, പോത്ത് പോലുള്ള ജീവികളെയാണ്. പക്ഷികളെയൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് നീർക്കാക്കയെ, ചൂണ്ടയിൽ കുരുങ്ങിക്കിടന്നൊരു നീർക്കാക്കയെ നമ്മൾ ഇവിടുന്ന് പോയി രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലേക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അതിൻ്റെ സേവനം മനുഷ്യരിൽ മാത്രമല്ല മൃഗങ്ങളിലും സമസ്ത ജീവജാലങ്ങളിലേക്കും രക്ഷാപ്രവർത്തന മേഖലയെ വ്യാപിപ്പിച്ചു കൊണ്ടുള്ളൊരു രക്ഷാപ്രവർത്തന രീതിയാണ് ഇപ്പോൾ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അവലംബിച്ചിരിക്കുന്നത്. അപകടങ്ങളെ ചെറുക്കുക എന്നുള്ളതാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൻ്റെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രധാന ലക്ഷ്യം. അപകടങ്ങൾ ഉണ്ടാകാതെ ജനങ്ങളെ ബോധവൽക്കരിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് 150ഓളം ക്ലാസ്സുകൾ 2025 വർഷം വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും റെസിഡൻസ് അസോസിയേഷനുകൾക്കുമായിട്ട് വളരെ നല്ല രീതിയിലുള്ള ക്ലാസ്സുകളാണ് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് സദാ ജാഗരൂകരായിരിക്കുന്ന 100 സിവിൽ ഡിഫൻസ് സന്നദ്ധ സേനയും 20 ആപദാമിത്ര സന്നദ്ധ സേനയും ഉണ്ട്. വലിയ അപകടങ്ങളൊക്കെ വരുമ്പോൾ അവർ സന്നദ്ധ സേവകരായി വരുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രധാന മേന്മ. വലിയ അപകടങ്ങൾക്ക് കൂടുതൽ മനുഷ്യ സഹായം ആവശ്യമായി വരുമ്പോൾ ഇത്തരത്തിലുള്ള സിവിൽ ഡിഫൻസിനെയും ആപദാമിത്രയെയും ഒക്കെ കൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ കൂടി നടത്തുന്നുണ്ട്. അപകടം വരാതിരിക്കുക എന്നുള്ളതാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിനെ സംബന്ധിച്ചിടത്തോളം പ്രഥമ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായി ബോധവൽക്കരണത്തിന് മുന്തിയ പരിഗണനയാണ് നൽകുന്നത്.